എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബുക്ക് പേപ്പർ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വെച്ചോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളിതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക. സാധാരണ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും സ്റ്റാർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റാറിന് ഏറ്റവും കുറഞ്ഞത് ഒരു 200-250 രൂപ വരെയൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് 10 രൂപയുടെ ഒരു ഫെവിക്കോളിന്റെ ചിലവ് മാത്രമേ വരുള്ളൂ. ഇനിയിപ്പോൾ ഫെവിക്കോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ചോറ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക. ഈ പേപ്പർ മടക്കുന്ന ഒരു പാട് മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ലോങ് സൈസ് ബുക്ക് ഉണ്ടല്ലോ, A4 സൈസ് കുറച്ച് നീളമുള്ള ബുക്ക് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 10 പേപ്പർ കയറിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഉണ്ടാക്കാം. നിങ്ങൾ എടുക്കുന്ന പേപ്പറിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാറിന്റെ വലിപ്പം കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വേറൊരു കൈ കാണുന്നത് എൻ്റെ അച്ചുക്കുട്ടൻ്റെയാണ്. അവൻ ദാ ഇവിടെ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയൊക്കെ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 14 പേപ്പർ എടുത്തിട്ടുണ്ട്. 14 പേപ്പർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുത്താൽ നമുക്ക് ഒരു സ്റ്റാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് പേപ്പർ നമ്മളിവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടിക്കുന്നത് മാത്രമാണ് ഒരു ചെറിയൊരു സമയം നമുക്ക് വേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നടുക്ക് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ പേപ്പറും നമ്മളിതാ ഒരേ അളവിൽ ഒപ്പത്തിന് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് പശ ഇതിന്റെ എല്ലാ ഭാഗത്തും വരാൻ പാടില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഒരു T ഷേപ്പിൽ നടുക്കുന്ന ആ ലാസ്റ്റ് പോർഷനിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മാത്രം പശ തേച്ചു കൊടുക്കുക. കാരണം പശ വേറെ എവിടെയെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റാർ നമുക്ക് ആയി കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പശ ഇങ്ങനെ വാരി വലിച്ച് തേക്കണ്ട, നൈസായിട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതിയാവും. പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ എല്ലാം ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. കാരണം ഒരു പേപ്പർ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ എല്ലാം അങ്ങ് മടക്കി എടുത്താൽ മതി. അത് വലിയ സമയം എടുക്കുന്ന കേസൊന്നും അല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗ് വെച്ചിട്ടാണ്, പേപ്പർ കവർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ലിങ്കും കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് അതെല്ലാം ഒട്ടിച്ചെടുത്തു. പിന്നെ ഇനി നമ്മളിത് ഈ ഒരു രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിന് ഡ്രോയിങ് ഒന്നും അറിയണ്ട, വെറുതെ റാ പോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയ റാ വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തിലാണെങ്കിലും വരയ്ക്കാം. എങ്ങനെ വരച്ചാലും നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റാറിന്റെ ആ ഡിസൈനിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്കൊന്ന് വരയ്ക്കേണ്ട ഒരു സാധനം. ഇത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പക്ഷെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കവറും കൂടെ ഞാൻ ഒന്നിച്ച് വെച്ചിട്ടാണ് ഇതങ്ങ് ഒട്ടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊരു ഇച്ചിരി പാടായി പോയെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കത്രികയുടെ ഒക്കെ ഒരു മൂർച്ച നോക്കിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് മുറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് മുറിച്ചെടുത്താലും മതി. ഈ രീതിയിലാണ് നമുക്കിത് മുറിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അരികത്തായിട്ട് ഒരു ത്രെഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പണിയേ ഉള്ളൂ. ഇത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 5 മിനിറ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഒന്ന് വിടർത്തി നോക്കാം. നിങ്ങൾ തന്നെ നോക്കിക്കേ, എന്ത് അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ സ്റ്റാർ കിട്ടിയേക്കുന്നതെന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ ഉള്ള പേപ്പറൊക്കെ ഇല്ലേ, അതുപോലത്തെ പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഈ സെയിം രീതിയിൽ ചെയ്താലും കുറച്ചും കൂടെ ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആ സ്റ്റാറിന്റെ നമ്മൾ ആ വിടർത്തിയ പോർഷനിൽ ആ ഒരു സൈഡ് മാത്രം കുറച്ച് പശ തേച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റാർ നമുക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോ,
അത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അത്ര എളുപ്പമാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഇതിനകത്ത് 1 രൂപയുടെ പോലും മുടക്ക് നമുക്ക് വരുന്നില്ല. അത്രയും പേപ്പറൊക്കെ എന്തായാലും പഠിക്കുന്ന പിള്ളേരുള്ള വീട്ടിലൊക്കെ എന്തായാലും ബുക്കും പേപ്പറും ഒക്കെ കാണും, അതല്ലെങ്കിൽ പോലും ബുക്ക് കാണും. അപ്പോൾ ഇനി ഞാൻ ആ ഒരു നടുക്കത്തെ പോർഷനിൽ ചെറുതായിട്ട് ഒരു വട്ടത്തിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അത്ര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റാർ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കുകളെല്ലാം ഇതിനകത്ത് അഡീഷണൽ വരുന്ന സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വൂളൻ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മിഡിലെ പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ച് തന്നെയാണ് അതും ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് അക്രിലിക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് കളറും കൂടെ അവിടെ ഒക്കെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഈ വൈറ്റ് സ്റ്റാർ തന്നെ ഇത് ലുക്ക് വൈസ് ആണെങ്കിലും കാണാനും ഒക്കെ നല്ല എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി തന്നെയാണ്. കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഞാൻ പിന്നെ വെറുതെ കയ്യിൽ ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് ചുമ്മാ ഓരോ വരയും കുറിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ നക്ഷത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്താ പറയുക, വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ അതാ ബ്രഷൊക്കെ വെച്ചിട്ട് ആ റെഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ നമ്മൾ പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും അതൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ചാനലിൽ വീഡിയോസൊക്കെ പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നമ്മളിതാ നക്ഷത്രമൊക്കെ പുറത്ത് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്താ പറയുക, ബൾബും ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്